നടക്കുന്നുള്ള ഒരു നമ്മളത് മനസ്സിലാക്കിക്കോണം അങ്ങനെയാണെന്ന്. ഹായ് ഹലോ, ഇപ്പോൾ ഉത്സവ സീസണൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ഏവൂര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 9ാം ഉത്സവത്തിന് ഞങ്ങൾ പോയി. ഞാനും അമ്മയും ലാലേട്ടനും കുഞ്ഞുങ്ങളുമാണ് പോയത്. പിന്നെ അച്ഛൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു. അച്ഛനൊരു കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയേക്കുമായിരുന്നു. അപ്പോൾ ഏവൂർ അമ്പലത്തിൽ ഞങ്ങളൊരു 7:30 ആയപ്പോൾ എത്തി. ഏവൂരാണ് എൻ്റെ കുഞ്ഞമ്മയുടെ വീട്, മഞ്ജു കുഞ്ഞമ്മയുടെ വീട്, ചിറ്റപ്പ മുരളി ചിറ്റപ്പ. ഇത് അവരുടെ മോളാണ് മീനാക്ഷി, നമ്മുടെ ദച്ചുവിൻ്റെയും കുഞ്ഞിയുടെയും ചിറ്റ. ഇത് അവളുടെ കൂട്ടുകാരിയാണ് വിന്നി. അപ്പോൾ അവരെയൊക്കെ കണ്ടുമുട്ടി. ഏവൂർ ഇപ്പോഴാണ് ഈ നടപ്പന്തൽ സെറ്റാക്കിയത്. അതിൻ്റെ ഇനാഗ്രേഷനൊക്കെ ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത്. അപ്പോൾ ദച്ചുവേട്ടനൊരു കളിപ്പാട്ടമൊക്കെ സെറ്റായിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് രാവിലെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക നടക്കാൻ. എവിടെയെങ്കിലും നിന്ന് ഇതുപോലെ മുഖത്താന്തി പറിച്ചുകൊണ്ടിരിക്കും. നടക്കുന്നുള്ള ഒരു നമ്മളത് മനസ്സിലാക്കിക്കോണം അങ്ങനെയാണെന്ന്. ഒരു ഹൈഡ്രജൻ ബലൂണൊക്കെ കൈക്കലാക്കി കുഞ്ഞി. അമ്മുമ്മയുടെ വകയായിരുന്നു കേട്ടോ. അവൾക്ക് വേറൊരു കുഞ്ഞിൻ്റെ ഒരു ബലൂൺ ഇരുന്നപ്പോൾ അതേ തന്നെ നോക്കി ഇങ്ങനെ ചാടാൻ നോക്കത്തില്ല, നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോവാൻ. അപ്പോൾ മനസ്സിലായി അത് ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അത് കളിക്കാൻ ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരിക്ക്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ എൻ്റെ കണ്ണുടക്കുന്നത് വേറെ ഒന്നിലുമല്ല, കമ്മലിലേക്കാണ്. ഞാനപ്പോൾ കമ്മലൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അച്ഛൻ അങ്ങ് എത്തി. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ എത്തി. ഞങ്ങളവിടെ നിന്നപ്പം ഞങ്ങളോട് വന്ന് മിണ്ടി. ഒരുപാട് അങ്ങ് ആളൊന്നും ഇല്ലായിരുന്നു. ഈ നടപ്പന്തൽ വലുതായിട്ട് നമുക്ക് ആൾ തോന്നാത്തതാണോ എന്തോ, ഒരുപാട് ആൾ തോന്നിയില്ല. മുരളി ചിറ്റപ്പൻ്റെ കടയാണിത്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചിറ്റപ്പന് കടയുണ്ട്. അപ്പോൾ ചിറ്റപ്പനാണ് ഇത് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ നിൽക്കുക.
അപ്പോൾ അമ്പലത്തിലൊക്കെ ഒന്ന് കറങ്ങി ഇറങ്ങിയപ്പോഴത്തേനും മുരളി ചിറ്റപ്പൻ ഞങ്ങൾക്ക് മുളക് ബജിയും കോളിഫ്ലവർ ബജിയൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പം ഞങ്ങൾ അതും കൊണ്ട് കുഞ്ഞമ്മയെ കാണാൻ, കുഞ്ഞമ്മ അമ്മൂമ്മയുണ്ട് അവിടെ, അവരെ രണ്ടിനെയും കാണാൻ അവിടെ ചിറ്റപ്പൻ്റെ വീട്ടിലോട്ട് പോയിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉത്സവമൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.